മത്സരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്ന് മത്സരങ്ങൾ വലിയ പൊല്ലാപ്പും സൃഷ്ടിക്കാറുണ്ട്. അത് കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിലും മുതിർന്നവരുടെ ജീവിതത്തിലാണെങ്കിലും. കലാമത്സരങ്ങൾ തൊട്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരം വളരെ നിർണായകമാണ്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും അറിയപ്പെടുന്ന മാനസികരോഗ വിദഗ്ധയുമായ ഡോക്ടർ നീതി വത്സനാണ്. ഡോക്ടറുടെ കൂടെയുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. വലിയ സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും കലോത്സവ വേദികളിലൊക്കെ നമ്മൾ ക്യാമറയായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് പോലും സങ്കടം ഉണ്ടാവുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡോക്ടർ അതിൻ്റെ ആപ്റ്റ് ആളാണെന്ന് അറിയാം. ഈ മത്സരം നമുക്ക് നിർബന്ധമാണോ നമ്മുടെ മനുഷ്യരുടെ ലൈഫിൽ? ഇത് ഒഴിവാക്കണോ? ആൻഡോ ആദ്യം പറഞ്ഞ തീർച്ചയായും ഇത് വളരെ സമകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കോമ്പറ്റീഷൻസ് കഴിയുമ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്റ്റുഡൻസ്, അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു അഡൾട്ട്സ് ആണെങ്കിലും ഇപ്പോൾ അവർ വർക്ക് ഫീൽഡിൽ കോമ്പറ്റീഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഉത്കണ്ഠ, അങ്ങനെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ മത്സര ബുദ്ധി അല്ലെങ്കിൽ ഒരു മത്സര സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പ്രാചീന കാലം മുതലേ ഉള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മുടെ ഡാർവിൻ്റെ ഒരു തിയറി ഓഫ് ഇവല്യൂഷൻ ഉണ്ട്, പരിണാമ സിദ്ധാന്തം. അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രാചീന മനുഷ്യരിൽ ഈ സർവൈവൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ലഭിക്കുക, ചേരാനായിട്ടുള്ള വഴി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം അന്നും ഈ ഒരു മത്സരബുദ്ധി തമ്മിലുണ്ട്. അത് മനുഷ്യന്മാരിൽ മാത്രമല്ല എല്ലാ ജീവികളിലും ഉണ്ട്. അപ്പം മനുഷ്യന്മാർ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മറ്റു മേഖലകളിലേക്കും വ്യാപിച്ചു. അത് അവരുടെ പഠന മേഖലയിൽ, അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ, പിന്നെ പ്രസക്തി കിട്ടാനായിട്ട്, പണം ആർജിക്കാനായിട്ട്, അങ്ങനെ പല പല രീതിയിലേക്കും ഈ ഒരു മത്സര ബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്വഭാവം അങ്ങനെ വ്യാപിച്ചു. അപ്പം ഇത് ആവശ്യമുണ്ടോ ചോദിച്ചാൽ അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അത് ഉള്ളിൽ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോണ ഒരു കാര്യമല്ലേ? അതെ, അത് നമ്മുടെ ഒരു ബിഹേവിയറിന്റെ ഭാഗമായിട്ട് ബയോളജിക്കലി ഇറ്റ് ഇസ് പ്രസന്റ്. നമ്മുടെ ഒരു ജൈവശാസ്ത്രപരമായി നോക്കിയാൽ എല്ലാവർക്കും ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരു ഇതുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യപരമായ മത്സരം, അനാരോഗ്യപരമായിട്ടുള്ള മത്സരം. അങ്ങനെ അതിനെ വീണ്ടും ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? തീർച്ചയായും. അതെ, അത് ഈ പറഞ്ഞത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. കാരണം അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ കാരണമാണല്ലോ ഇപ്പൊ ഈ വിഷയം ചൂസ് ചെയ്തത്. അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറേ വരുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ലൈഫ് ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തൊഴിൽ മേഖലയിൽ ഈ ടാർഗറ്റ്സ്, കോമ്പറ്റീഷൻ, അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, മുന്നിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. കുട്ടികളുടെ കാര്യത്തിലായാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാ ഫീൽഡിലും ഉണ്ട്. എല്ലാ ഫീൽഡിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ്നെസ് പോകുന്നത്, അതിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് അത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് അതൊരു സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ പിൻവാങ്ങും, അല്ലെങ്കിൽ അവർ കീഴടങ്ങും. ഒരു വശം. മറ്റേ വശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജയിക്കണം എന്നുള്ളത് കൊണ്ട് പല മാർഗങ്ങളും, അസന്മാർഗികമായിട്ടുള്ള മാർഗങ്ങളും അവർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ഒരു ചീറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ വാങ്ങിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ മാർക്ക് ഷീറ്റ്സിൻ്റെ മാർക്ക് മാറ്റിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു രീതിയും ഒരു സ്വഭാവവും ഉണ്ടാക്കാം. ഈ കോമ്പറ്റേറ്റീവ്നെസ് വരുമ്പോൾ അത്ര കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ മാർഗങ്ങളിലൂടെയും പോവാം. ജയവും പരാജയവും എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു പേടിയോടുകൂടി കാണേണ്ടുന്നതായ ഒരു കാര്യമൊന്നുമല്ല പരാജയം എന്ന് പറയുന്നത്. ജയത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നോ അതുപോലെ തന്നെ പരാജയത്തെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്നതായ ഒരു കാര്യം.
നമ്മൾ നമ്മുടേതായ, ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തകയാണ്, നമ്മൾ നമ്മുടേതായ കഴിവും നമ്മുടേതായ പ്രയത്നവും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മത്സരത്തിൽ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരും. പക്ഷേ അത് ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. നമ്മളൊരു മത്സരത്തെ നേരിടുക, അതിനെ ഏറ്റവും നന്നായി അതിൽ പെർഫോം ചെയ്യുക. അതിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. അത് ഒരാൾ ജയിക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കൂടി നമുക്ക് കഴിയണം. അവർക്കും കൂടി നമ്മുടെ ഒരു ഹെൽപ്പ് അവർക്കും കൂടി കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. ഈ രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് അതൊരു വേറൊരു ലെവലാണ്. ശരിക്കും എന്താണ് അവരെ സ്ട്രെങ്തൻ ചെയ്യണത്? അവര് ഒരു കൂസലില്ല. കാരണം ഇലക്ഷനിലെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് മത്സരിക്കുകയും ഒരുപാട് പൈസയും സമയവും ഒക്കെ ചെലവഴിച്ചിട്ടും അത് തന്നെയാണ് ആ കോമ്പറ്റീഷനെ അവരെങ്ങനെ കാണുന്നു, അവരുടെ പേഴ്സണാലിറ്റി കാരണമാണല്ലോ അവരൊരു ജനസമ്മതനായിട്ടൊരാളാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പലതരം ആൾക്കാരായിട്ട് കൈകാര്യം ചെയ്ത് പോവാനും അവരുടെ എക്സ്പോഷർ ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിളും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഇതിപ്പോ ഒരു ലീഡർഷിപ്പ് ലെവലിലായിരിക്കുമല്ലോ അവര് നിൽക്കുക. മിക്കവാറും ഇപ്പൊ ഇലക്ഷനൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇലക്ഷനിലൊക്കെ മിക്കവാറും ആൾക്കാർ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ലെവലില് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു പരിചയം അവർക്ക് ഉണ്ടാവും. പിന്നെ അവര് തോൽവികൾ അവർക്കൊരു പ്രശ്നം അല്ല. ഫോർ ദം അതൊരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്കുള്ള ഒരു തിരി മാത്രമാണ്. സോ അത് അവരുടെ ഒരു പല കാരണങ്ങളുണ്ടാവാം. അവരുടെ ആ ഒരു സാമൂഹികപരമായ സോഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അവരുടെ പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസിനൊക്കെ നോക്കുമ്പോൾ ഇവരെല്ലാവരും തമ്മിൽ കുറെ ഒരു സ്വഭാവ രീതികളിലൊക്കെ കുറെ സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ടാവും. എല്ലാവർക്കും ഈ പറയുന്ന മാതിരി ഭയങ്കര ഒരു റെസീലിയൻസ് ഉണ്ട്. അതായത് എത്ര വിഷമമുള്ള ഒരു സാഹചര്യം ആണെങ്കിലും, എത്ര വിഷമമുള്ള ഒരു ഘട്ടങ്ങളാണെങ്കിലും അതിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോവാനായിട്ട് അവർക്ക് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവ ഗുണം അവർക്കുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ പൊളിറ്റീഷ്യൻസിനും നമ്മൾ കാണുന്ന ഒരു ഒരു കോമൺ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ മത്സരങ്ങളൊക്കെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ കലോത്സവ വേദികളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നതാണ്, ഒന്നെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ഇവരിങ്ങനെ പുറകിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ മീൻസ് അവരെങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാരണം പിള്ളേരെക്കാളും ടെൻഷൻ പാരന്റ്സിനാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണ്. ഈ അപ്പീൽ പോകുന്ന സ്ഥലത്താണെങ്കിലും തല്ലുവിടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും പാരന്റ്സ് ആണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് പലപ്പോഴും വലിയ സംസാരം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുള്ളത്. അത് ശരിയാണ്. അപ്പം നമ്മുടെ ഒരു സോഷ്യൽ എൻവയോൺമെന്റ് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉടനീളം അങ്ങനെയാണ്. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവർ എഡ്യൂക്കേഷനും ഇങ്ങനത്തെ ഇവന്റ്സിനൊന്നും അത്ര ഒരു സ്ട്രെസ് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പങ്കെടുക്കുകയായി, താല്പര്യം ഇല്ലെങ്കിൽ അവർ പങ്കെടുക്കണ്ട, ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ അവിടെ അങ്ങനെയല്ല. പ്രശസ്തി, അതുപോലെ തന്നെ മാർക്ക്, അല്ലെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. അതിന്റെ പിന്നാലെ എല്ലാവരും ഓട്ടാണ്. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ അത്രയും തന്നെ ഒരു അതിന്റെ ഒരു കോൺസിക്വൻസസ്, അതിന്റെ ഒരു അതിരെത്രയാണെന്നൊന്നും അതിന്റെ ഒരു അത്രയും ഒരു വ്യാപ്തിയൊന്നും അവര് ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ പേരൻസിന് അങ്ങനെയല്ലല്ലോ, അവര് കുറച്ചും കൂടി മുതിർന്ന വ്യക്തികളല്ലേ. അപ്പൊ അവര് ഇതിനായിട്ട് മുന്നോട്ട് പോവാണ്. സിസ്റ്റർ, നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോഴേ പഠന കാര്യങ്ങളിലാണെങ്കിലും മറ്റ് കലാ കായിക സാഹിത്യ രംഗങ്ങളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ ഭയങ്കര പ്രഷറാണ്. അത് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവും, മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയെ എങ്ങനെയാണ് അതിനകത്ത് അവർ പങ്കെടുക്കുമ്പോൾ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണോ? ഇങ്ങനെ മത്സരങ്ങളിൽ തോൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികളെയും അതിനേക്കാൾ സങ്കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളും. ഇതൊക്കെ ശരിക്കും കുട്ടികളെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യണത്? ദുഃഖം ഉണ്ടാവുക എന്നുള്ളത്, ഒരു പരാജയത്തിൽ ദുഃഖം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചു, പക്ഷെ ആ ദുഃഖത്തില് എന്തുമാത്രം അവര് നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്ന കാര്യം. തോൽക്കുക, ഒന്ന് കരയുക, അതൊക്കെ സ്വാഭാവികം. അതിൽ തന്നെ അതിനെ പറയും നമ്മൾ റെസീലിയൻസ് പവർ എന്ന് പറയും. അതായത് ഒരു കുട്ടി ഒരു ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് ഈ റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കുട്ടിയുടെ പ്രശ്നം
എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവരുടെ കപ്പാസിറ്റി, ചിലർക്ക് കുറെ സമയം, ഇപ്പൊ ഒരു കുട്ടി മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക്, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും അത്രയൊന്നും പോവാൻ പാടില്ലായിരുന്നു. ഓക്കെ, അതിനൊക്കെ സ്വീകരിക്കാൻ വേണ്ട ഒരു കപ്പാസിറ്റി, ഇതൊക്കെ അടിസ്ഥാനമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഇവരുടെ മാതാപിതാക്കളുടെ ഒരു സ്വഭാവത്തിന്റെ ജീനൊക്കെ പകർന്നു കിട്ടിയതായിരിക്കാം. ഇവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അതായത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ ലെങ്ത് കൂടണത് അല്ലേ? അവരുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് ഇവർക്കും പകർന്നു കിട്ടിയതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ വളർന്ന സാഹചര്യം, ഇവരുടെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം പോലും കുട്ടിയെ ബാധിക്കുന്നു എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അതനുസരിച്ച് ഈ കുട്ടിയെ എന്തൊക്കെ കാര്യങ്ങൾ ബാധിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചറിയണം. എന്നാലാണ് ഈ കുട്ടിയുടെ ഒരു പെരുമാറ്റ ശൈലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രശ്നം വന്നാൽ ഈ കുട്ടി അത് നീണ്ടു നിൽക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഇത്രമാത്രം ഒരു പ്രഷർ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതാ ഞാൻ ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അവിടെ ഇറ്റ് ഇസ് ബേസിക്കലി കുട്ടികളുടെ ചോയ്സ് ആണ്. അതിപ്പോ ഏത് പ്രായത്തിലായാലും അവർക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒരു സോഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെ വന്നാലും ഈ കോമ്പറ്റീഷനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഫ്രം ദ വെരി യങ് ഏജ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ കലാപരിപാടികളിൽ മുന്നേറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടാണ്. അതിന് ഭയങ്കര ഒരു ഫോക്കസ് ഉണ്ട്. അതത്ര ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾക്ക് താല്പര്യമുണ്ട്, അവരാ മേഖലയിൽ കയറി അവരതില് ജയിക്കുന്നു, നമ്മൾ അതിന് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു സമാധാനം ഉണ്ട്. ഇവിടെ അത് നഷ്ടപ്പെടുകയാണ്. ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. അത് പാരന്റ്സിനെ കാണുമ്പോൾ 2 അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ശരിക്കും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് പിന്നെ സ്റ്റിഗ്മ കൂടുതലുള്ള കാരണം കൂടുതലും അങ്ങനത്തെ പാരന്റ്സ് ഒന്നും നമ്മുടെ അടുത്തേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ. അത് ഞാൻ അധികം അങ്ങനെ കേസസ് കണ്ടു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ട്, വിരളായിട്ടായാലും കണ്ടിട്ടുണ്ട്. 2010 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 2010 തെരഞ്ഞെടുപ്പില് ഞാനും കെ ജേക്കബ് എന്ന് പറയുന്ന CPIയുടെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിട്ടാണ് മത്സരം ഉണ്ടായത്. നഗരസഭാ തെരഞ്ഞെടുപ്പില് 22ാം വാർഡായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പില് റിസൾട്ട് വന്നപ്പോഴാണ് ഞങ്ങളൊരു നറുക്കെടുപ്പിലൂടെയാണ് അതിന്റെ റിസൾട്ടും തുടർന്നൊരു വിജയിനെയൊക്കെ കണ്ടുപിടിച്ചത്. അതില് നറുക്കെടുപ്പില് ജേക്കബ് എന്ന് പറയുന്ന ആളുടെ പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം കൗൺസിലർ ആവുകയാണ് ഉണ്ടായത്. തുടർന്നു പിന്നെ പൊതുപ്രവർത്തന മേഖലയിൽ തന്നെ നിലനിൽക്കാൻ ജനങ്ങൾ തന്ന സപ്പോർട്ടൊക്കെ വളരെ വലുതായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആവുകയും തുടർന്ന് ജീവിത സാഹചര്യങ്ങളുടെ കൊണ്ട് വിദേശത്തേക്ക് കുറച്ച് മാറി നിന്നെങ്കിലും തിരിച്ചു വന്നിട്ടും സേവാദളിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായും കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മേഖലയിലും ഇപ്പോൾ പാലൂർ പള്ളിയുടെ ട്രസ്റ്റി ആയിട്ടും പാലുവായി സെന്റ് ആന്റണീസ് സ്കൂളിന്റെ PTA വൈസ് പ്രസിഡന്റ് അടക്കം ഞങ്ങളുടെ മേഖലയിലുള്ള സജീവ ഒരു സംഘടനയായ ഫ്രണ്ട്സ് മാണിക്യത്തുപടിയുടെ സജീവ പ്രവർത്തകനായിട്ടുമൊക്കെ ജനങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരങ്ങൾ അതിലുണ്ടാവുന്ന കളിക്കാരുടെ ഒരു പ്രഷർ, അല്ലെങ്കിൽ ഇപ്പോ മെസ്സിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഗോൾ അടിക്കോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു പ്രഷർ, അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പരിശീലനങ്ങൾ അവർക്ക് മുൻപ് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശീലനം നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ പാരന്റ്സിനോ ടീച്ചേഴ്സിനോ ഒക്കെ ഒരു കൊടുക്കേണ്ട ഒരു ബാധ്യത ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലുണ്ടോ? അത് നല്ലൊരു ആശയമാണ്. നടക്കുന്നുണ്ട് കേട്ടോ, നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ആയാലും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഒക്കെ ഇങ്ങനത്തെ ഓരോ ക്ലാസ്സസ്, ഹൗ ടു ടാക്കിൾ ദി എക്സാം, അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം,
അപ്പോൾ അത് നിലനിൽക്കുക എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും, ഫെയിലിയേഴ്സ് വന്നാൽ അത് എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഈ ക്ലാസ്സസ് നടക്കുന്നുണ്ട് പല സ്കൂളുകളിലും. പല അതെ. സ്കൂളിലും. ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മിക്കവാറും ഈ 10ഉം 12ഉം ക്ലാസ്സിലത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ക്ലാസ്സസ് നടക്കാറുണ്ട്. അതെ. ഈ ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടോ? ഡോക്ടേഴ്സും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. കാരണം നമ്മൾ ഇത് ഈ പറയുന്ന മാതിരി അത്യാവശ്യം ടോപ്പായിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ. അതെ. ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് തന്നെ ടോപ്പായിട്ടുള്ള കുട്ടികളായിരിക്കും. അവരുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ്, ഓരോ സ്കൂൾ ടോപ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ഈ ഞാൻ പഠിക്കുന്ന സമയത്ത് 100 പേരായിരുന്നു. അതിൽ 100 പേരിൽ 100 പേരും ക്ലാസ് ടോപ്പേഴ്സ് അല്ലെങ്കിൽ അതിനോട് സെക്കൻഡോ തേർഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഇതിലേക്ക് കയറുന്നത് തന്നെ. പക്ഷെ മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാലും ആദ്യത്തെ പടി അതാണ്. മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ നമ്മള് സമമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് അവിടെ ഗുസ്തി പിടിക്കുന്നത്. അപ്പൊ അതില് ഫെയിലിയേഴ്സ് ഉണ്ടാവുമ്പോ ചില ആൾക്കാരൊക്കെ തകരും, പക്ഷെ മോസ്റ്റ് ഓഫ് ദം കടന്നു പോകും. തകരുന്ന ആൾക്കാരുണ്ട്. MBBS സ്റ്റുഡൻസിന്റെ ഇടയിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോ അവര് ഒരു അറിയാത്തൊരു മേഖലയിലേക്കാണല്ലോ കടന്നു വരുന്നത്. ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു പിക്ചർ അല്ല ഇത് നമ്മൾ കോഴ്സിലേക്ക് കയറുമ്പോ. ഫുൾ ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ നമ്മൾ പേഷ്യൻസിനെ ഒന്നും കാണില്ല, തിയറി മാത്രമാണ് ബേസിക്കലി, അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ. അപ്പോ അവിടെ ഭയങ്കര ഡിഫിക്കൽട്ടും ആണ്, കരിക്കുലം ബുദ്ധിമുട്ടാണ്, പഠിക്കാനും കുറെ ഉണ്ട്. പിന്നെ അവരുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ എല്ലാവരും ഈക്വൽ ആണ്. അങ്ങനെയൊക്കെ വരുന്ന ഒരു എൻവയോൺമെന്റിൽ ചില ആൾക്കാർക്ക് അത് പറ്റില്ല. ചില ആൾക്കാർ വിട്ടിട്ട് പോകും. പക്ഷെ മോസ്റ്റ് ഓഫ് ദം കടക്കും. മോസ്റ്റ് ഓഫ് ദം കടക്കും. അതാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു പടി കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സ്ട്രെങ്ത് ആയി. പിന്നെ തോറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ആദ്യം ഒന്ന് തോൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ തോൽവി വലിയൊരു പ്രോബ്ലം ആയിരിക്കില്ല. തോറ്റു തന്നെ വേണം പഠിക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എൻ്റേത്. കാരണം ആ തോൽവി ഭാവിയിലേക്ക് നമുക്ക് പല ഘട്ടങ്ങളിലും പലതിനെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് തോൽവി എന്താണെന്നുള്ളത് അറിയില്ല. അവര് എല്ലാം ജയത്തിലൂടെ പോകുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. അപ്പൊ അവർക്ക് തോൽക്കാൻ പേടിയാണ്. അത്തരം പേടിയുടെ ആവശ്യമൊന്നുമില്ല. ജയിക്കുന്നത് പോലെ തന്നെയാണ് തോൽക്കുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, തോറ്റ് കിട്ടണം എന്നുള്ള ഒരു വാക്ക്. അത് ഭയങ്കര നമ്മളൊരു ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, അച്ഛനും അമ്മയും കുട്ടികളും മാത്രം. അപ്പോൾ പേരൻസിന്റെ ഫോക്കസ് മുഴുവൻ കുട്ടികളുടെ മേലാണ്, അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ട് വല്ലാതെ കൂടുമ്പോൾ ഉള്ള പ്രോബ്ലമാണ് നമുക്കിപ്പോ കാണുന്നത് മുഴുവനും. സപ്പോർട്ട് കൂടുമ്പോൾ അവർക്കൊരു റിസ്ക് ഉള്ള ഒരു എൻവയോൺമെന്റിലേക്ക് അവർക്ക് കടക്കുന്നില്ല. അവർ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അൺടിൽ ദേ റീച്ച് ആ ഒരു പഠിക്കണ ഒരു പോയിന്റ്. ഇപ്പോൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് അവർ പുറം ലോകമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിങ്കിൾ ചെയ്യുന്നത് തന്നെ. അപ്പൊ പ്രശ്നം വരുന്ന ഇഷ്ടപ്രകാരം കുട്ടികൾ സോ മെനി അത് കൂടി വരികയാണ്. ഈ പറഞ്ഞ പോലെ ഇത് കേൾക്കുന്നത് ചിലപ്പോ പാരന്റ്സ് വിചാരിക്കണം പറയാൻ ഭയങ്കര എളുപ്പ, അങ്ങനെ തോൽക്കൊന്നും വേണ്ട എന്നൊക്കെ ഉള്ള. ഞാൻ വിചാരിക്കായിരുന്നു, ഇപ്പൊ ഡോക്ടർ പ്രൊഫസറും കൂടിയാണ്, കുറെ സ്റ്റുഡൻസിന് ജൂബിലി മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് ഇത് നമുക്ക് സ്റ്റുഡൻസിനെ ഒരുപാട് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവും. ചില ആൾക്കാരോടൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ, ഇവരെ ഒന്ന് തോൽപ്പിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നൊക്കെ തോന്നാറുണ്ടോ? ഉണ്ട്, അതാണ് ഞാൻ ഉണ്ട്. അതായത് ചില കുട്ടികളുണ്ട്, അവര് ഫസ്റ്റ് ആണ്, അവർക്ക് ഫസ്റ്റ് തന്നെ വേണം. അതെവിടെ ചെന്നാലും അവർക്ക് ഫസ്റ്റ് വേണം. എന്താ ചെയ്യും, MBBS കയറി ഫസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവിടെ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയെന്ന് വരില്ല, പക്ഷെ അവർക്ക് അല്ലാതെ ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ശരിക്കും വിചാരിക്കാറുണ്ട്, ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും അത് കിട്ടാതിരുന്നാല് ആ കുട്ടി അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയില്ല. അതാണ് ആദ്യത്തെ കാര്യം.
ആ ഒരു ഫെയിലിയർ അവരെ ഈ പറഞ്ഞ പോലെ ഒരു ധൈര്യത്തോടു കൂടി നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാനും ചലഞ്ച് ചെയ്യാനും പറ്റില്ല. പക്ഷെ തീരെ അംഗീകരിക്കാൻ പറ്റാത്ത കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അത് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രം അവർ ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയിട്ടില്ല, ഫസ്റ്റ് കാരണം അവര് ആ തോൽവി ഒരിക്കലും രുചിച്ചിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവര് ഇത്തരം ആൾക്കാർ ഇപ്പൊ ഒരു ഡോക്ടറുടെ ഒക്കെ ഒരു ഫീൽഡ്, ഇവര് ഫേസ് അല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്ന രോഗികളുടെ കാര്യങ്ങൾ, ഇവര് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പോകേണ്ടത്. അങ്ങനത്തെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റീനെ പോലും ഇത് ബാധിക്കില്ലേ? ഇപ്പൊ നമ്മള് ഡെത്ത് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ നമ്മൾ കാണുമ്പോൾ വിഷമം തോന്നിക്കുന്ന അസുഖങ്ങൾ ഫേസ് ചെയ്യണം. ഇതിനൊക്കെ കുറച്ചൊരു മനക്കട്ടി വേണ്ടേ? അത് പക്ഷെ മിക്കവാറും കുട്ടികൾക്ക്, ഇല്ലാത്ത കുട്ടികൾ അവർ ഡ്രോപ്പ് ചെയ്യും. കാരണം എന്തായാലും MBBS 5 വർഷം സമയത്ത് ഇത് നമ്മള് എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഈ ഡെത്തുകൾ കാണണം, അല്ലെങ്കിൽ ഭയങ്കര ഡിസബിലിറ്റീസ് ഒക്കെ കാണണം. അത് കണ്ട് പിന്നെ നമ്മൾ കുറച്ച് അത് കണ്ടാലും നമുക്ക് അത്ര അങ്ങോട്ട് ബാധിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇമോഷണലി ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ സാധാരണ ഒരാൾക്ക് ഇപ്പൊ ഈ TV-യിൽ നമ്മൾ സിനിമയ്ക്ക് മുമ്പൊക്കെ ഈ പുകവലിയുടെ ഇതൊക്കെ കാണിക്കുമ്പോ അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതല്ലേ. അത്രയും വിഷമം നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. കാരണം ഇത് കണ്ടിട്ട് നമ്മൾ വി ഹവ് ലേൺഡ് അത് ഇമോഷണലി ഒന്നും ഡിസ്കണക്റ്റഡ് ആവാനായിട്ട് നമ്മൾ പഠിക്കും ഒരു MBBS-ന്റെ ഒരു കാലഘട്ടത്തിൽ. ദാറ്റ് ഈസ് ഓൾസോ എ വേ ടു ഫേസ്, വേ ഓഫ് ഫേസിങ് ആൻ അഡ്വേഴ്സിറ്റി. അതും നമുക്കൊരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു മെക്കാനിസമാണ്. ഏത് സ്റ്റേജിലാണ് ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ പാരൻസിനെ കൊണ്ടുവരേണ്ടത്? അതായത് ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു സ്വഭാവത്തിൽ ഒരു വ്യത്യാസങ്ങൾ വരികയാണ്, ഉൾവെലിഞ്ഞ് പോവാണ്. ഇപ്പോൾ പഠിത്തത്തിൽ മിടുക്കനായിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക. പിന്നെ താല്പര്യം, ഇപ്പോൾ ഗെയിംസ് അങ്ങനത്തെ ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് ഉണ്ടല്ലോ, അതിലോടൊന്നും ഒരു താല്പര്യം കാണിക്കാതിരിക്കുക. പേഴ്സണൽ ഹൈജീൻ, ഡ്രസ്സ് കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലാതെ വരിക. പിന്നെ കരച്ചിൽ, സങ്കടം, എല്ലാതൊന്നും ഒന്ന് പിൻവാങ്ങാനായിട്ടൊരു ടെൻഡൻസി. എല്ലാ ഇനിയിപ്പോ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഒക്കെ എല്ലാത്തിനും പിൻവാങ്ങാനായിട്ടുള്ളൊരു ടെൻഡൻസി. ചില ആൾക്കാർക്ക് ദേഷ്യമായിരിക്കും വരിക, ഭയങ്കര ദേഷ്യം, അച്ഛനോടും അമ്മോടും വാശി കൂടും, ദേഷ്യം കൂടും. ഇങ്ങനെയൊക്കെ നമ്മൾ മൊത്തത്തിൽ ആ കുട്ടിയുടെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഉറക്കത്തിന് പ്രശ്നം, വിശപ്പിന് പ്രശ്നം, അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അതൊരു പിന്നീട് ഒരു പ്രശ്നം, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോവാതെ നോക്കണം. ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഡിസോർഡറാണ്. അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ തലച്ചോറിൽ കുറച്ച് രാസവ്യത്യാസങ്ങൾ വരുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം കുറയുക എന്നുള്ളതാണ്. ആത്മവിശ്വാസവും നമ്മൾ നമുക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും കുറയുക, നമ്മുടെ മുന്നിൽ കുറയുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അതൊരു അസുഖത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഈ കമ്പാരിസൺ വരുമ്പോഴും ഇതേ ഒരു റൂട്ടിലേക്കാണ് ചിന്താഗതി പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എഗൈൻ അവർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. ഞാൻ 3 വട്ടമായിട്ട് ഈ പല രാഷ്ട്രീയ പാർട്ടിയിലും വെച്ചിട്ട് മത്സരിച്ച ആളാണ്. അതിൽ ആദ്യം 2015, പിന്നെ 2020, ഇപ്പോൾ 2025. ഈ 2015ഉം 2020ഉം ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ചത്. ആ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിക്കുമ്പോൾ കുത്തക LDFൻ്റെ സീറ്റുകളായിരുന്നു. പിന്നെ മൂന്നാമത്തെ മത്സരിക്കുന്നത് ഒരു പുതിയ പാർട്ടി, ആം ആദ്മി പാർട്ടിയിലാണ് മത്സരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഫൈറ്റർ ആവാനാണ് താല്പര്യം. അതിൽ ജയം ഉണ്ടാവാം, ചില തോൽവി ഉണ്ടാവാം. സാധാരണ മത്സരങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ജയിച്ചിട്ടില്ല. എൻ്റെ ഇതിൽ 2 കാര്യത്തിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൂ. ആ 2 കാര്യം, ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ കിഡ്നി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. എല്ലാ ടെസ്റ്റും കഴിഞ്ഞ്
ആ ഇതിൽ എൻ്റെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്നുണ്ട്. ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ എൻ്റെ ഇപ്പോഴും ആ ഫയൽ ഇരിക്കുന്നുണ്ട്. മെഡിക്കൽ ഫയലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതിന് തഹസിൽദാർ, മറ്റേ ചെയർമാൻ, അങ്ങനെയുള്ള പോലീസ് ആ റിപ്പോർട്ടിൻ്റെ ഫയൽ ഇന്നും വാങ്ങിയിട്ടില്ല. അത് എനിക്ക് ശരിക്കും അതെൻ്റെ ഒരു വിഷമത്തിലുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അത് ഒരു വളർച്ച ഏത് കാലത്തും തളർച്ചയുണ്ടാവും, വളർച്ചയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നാൽ വളരുമെന്നുള്ള വിശ്വാസം എനിക്ക് ഇന്നുണ്ട്, എന്നുമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരുപാട് ഈ ഡിപ്രഷൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തും ഇങ്ങനത്തെ ഒക്കെ പല സിറ്റുവേഷനിലൂടെയും കടന്നുപോയിണ്ടാവും അല്ലെ? ഇങ്ങനെ ഇത്രയും വാക്കുകളും അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ വളരെ ഒരു 5-10 കൊല്ലമായി ഉണ്ടാവുള്ളൂ ഇങ്ങനെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു കാലം ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നുള്ള തലമുറയും അതിനേക്കാളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതിനപ്പുറത്തുള്ള ഹരാസ്മെന്റും ബെഞ്ചിൽ കയറ്റി നിർത്തലൊക്കെ അനുഭവിക്കലും ഓടിക്കലൊക്കെ ഉണ്ടായിണ്ടാവും. അതൊക്കെ ഒരു അത് നിർത്തിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു പാരന്റിങ് ഭയങ്കര കുട്ടികളെങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ടീച്ചർമാർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതായി ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരു ചൂരലെടുക്കുകയാണെങ്കിൽ അപ്പോൾ പാരന്റ് അവിടെ ചെന്ന് PTA മീറ്റിംഗിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം ഇപ്പം ഇന്നിപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായുള്ളൂ. ഇപ്പം സ്കൂൾസിൽ ഈ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ടീച്ചേഴ്സിന് ഒരു അവബോധം കൊടുക്കണം, അവർക്ക് അവയർനെസ് കുറവാണെന്ന്. അപ്പോൾ അതിലൊരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുക, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കറിയാവുന്ന ഹെൽപ്ലെസ്. ഒരടിയൊക്കെ കിട്ടിയതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. അവര് ദേ വിൽ ബി സ്ട്രോങ്ങർ. ഇപ്പൊ പ്രോബ്ലം അല്ലേ, ഒരു പ്രോബ്ലം വരികയാണ്, ഒരു സോൾവിങ് ചെയ്യണം, അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണ് അവിടെ. അതിനെങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് പോണ കുട്ടികളുണ്ട്. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ്സ് നോട്ട് ഗുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ഇത്രയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലേ? കുട്ടികൾ പേരൻസ് ഇപ്പോൾ ഭയങ്കര ഓവർ കെയറിങ് തന്നെയാണ്. അത് പല റീസൺസും ഉണ്ടാവട്ടെ, നമുക്ക് അവരെ മൊത്തമായിട്ട് അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. മിക്കവാറും എല്ലാ പേരൻസും എന്താ പറയുക, ജോലിയുള്ള എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയം കുട്ടികളുടെ ഒപ്പം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഗിൽട്ട് ഉണ്ടാവും. അപ്പൊ അവർ കുറച്ച് പാമ്പർ ചെയ്യും കൂടുതൽ. നല്ലൊരു സമയമായിരുന്നു ഡോക്ടറായിട്ടുള്ള ഇത്രയും നേരം വിശേഷം പറയുമ്പോൾ. ഞാനും എൻജോയ് ചെയ്തു. കാരണം ചോദ്യങ്ങളും അങ്ങനത്തെ നല്ല നല്ല ആശയങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളിത് മുന്നോട്ട് വെക്കാനും ഈ സമൂഹത്തിന് ഒരു അവബോധം വേണ്ട ഒരു ഏരിയയാണ് അത്. നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഡോക്ടറുടെ കുടുംബം എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്നത് അമ്മയുണ്ട്, അനിയനുണ്ട്, അച്ഛൻ മരണപ്പെട്ടു. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, മോള്, ഇത്ര പേരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത്. ഹസ്ബൻഡ് അനസ്തീഷ്യ, പിന്നെ അമലയിൽ വർക്ക് ചെയ്യണു. മോള് 8 വയസ്സ്. അച്ഛനെ പറ്റിയിട്ട് പറയാതെ. അച്ഛൻ ആക്ച്വലി ഞങ്ങളെല്ലാവരും അബുദാബിയിലായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ HSBCയിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടയർ ചെയ്ത ആൾക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആള് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ആള് തുടങ്ങിയ ഒരു ഉദ്യമമാണ് ഈ ഗ്രീൻ ബുക്സ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻസ്. അതിപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു അതിൽ. അച്ഛൻ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു റെസീലിയൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഹി ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ ശാരീരികമായിട്ടുള്ള കുറേ കിഡ്നിക്ക് ഫെയിലിയർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 27 ഇയേഴ്സിലാണ്ട് ആൾ ഡയഗ്നോസ്ഡ് ആണ് റീനൽ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 40 ഇയേഴ്സ് ആയപ്പോൾ പിന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞു, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്രീൻ ബുക്സ് തുടങ്ങിയത്. ഗ്രീൻ ബുക്സ് കുറച്ച് നാൾ അങ്ങനെ കുറേ നാൾ പോയി. അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് ക്യാൻസർ. അവസാനം ഒരു റെക്കറൻ്റ് ആയിട്ട് വീണ്ടും ഒരു ക്യാൻസർ വന്നിട്ടാണ് ആൾ മരണപ്പെട്ടത്. പിന്നെ എൻ്റെ ബ്രദർ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു എന്താ പറയുക, ഒരു പാശ്ചാത്യ ഇത്. അപ്പോൾ ഇത്രയും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടും വിത്ത് ഹെൽത്ത് പ്രോബ്ലംസ്, വിത്ത് ഇപ്പം ഫാമിലിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്ന അതും വലിയൊരു വിഷമമാണല്ലോ. അപ്പോൾ അത് പിന്നെ അല്ലാതെയും വേറെയും കുറേ ഇഷ്യൂസായിട്ടും ഇവർ മുന്നോട്ട് പോയി.
സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹിം. ഹി ഈസ് എ വെരി റെസീലിയൻറ്റ് പേഴ്സൺ. ഞാനത് എൻ്റെ പേഷ്യൻസിനോടും പറയും, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. ഞാൻ ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തോറ്റൊരവസ്ഥയിൽ കണ്ടിട്ടില്ല. ഹീ ഈസ് ഓൾവേസ് ഫൈൻഡിങ് സൊല്യൂഷൻസ്, എപ്പോഴും ഓൾവേസ് ഫൈൻഡിങ് സൊല്യൂഷൻസ്. ഡോക്ടർ ഇത്രയും നേരം നമ്മുടെ കൂടെ ഷെയർ ചെയ്തതിന് എല്ലാവിധ എന്താ പറയുക വലിയ സന്തോഷം ഷെയർ ചെയ്തു. സന്തോഷം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ.